Hello and welcome to Youngistan. This is Ramita with you on TV New. As we go live, ഇന്ന് നമ്മൾ നിങ്ങളോടൊപ്പം ഒരു സ്പെഷ്യൽ കാര്യം ഷെയർ ചെയ്യാൻ പോവാണ്. ഇന്നലെ വേൾഡ് ലിറ്ററസി ഡേ ഒക്കെ ആയിരുന്നു അല്ലേ? നമ്മളുടെ യൂട്യൂബിൽ ഇപ്പം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. എവിടെ നോക്കിയാലും ചാലഞ്ച്. ദ ALS ഐസ് ബക്കറ്റ് ചാലഞ്ച് ഉണ്ടായിരുന്നു, ദ ബുക്ക് ബക്കറ്റ് ചാലഞ്ച് ഉണ്ടായിരുന്നു, ദ മൂവി ബക്കറ്റ് ചാലഞ്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ചാലഞ്ചസിൻ്റെ ഒരു ബഹളം തന്നെയായിരുന്നു. സോ ഇറ്റ്സ് ടൈം ദാറ്റ് വി ഓൾസോ ഷോ യു സംതിങ്. ഡു നോട്ട് റീഡ് challenge. അതെന്താണെന്ന് കാണിച്ചു തരാം. Just check this out. They do not read this challenge. ഒരു ചാലഞ്ച് അല്ലായിരുന്നു, ബട്ട് ഇറ്റ് വാസ് മോർ ലൈക്ക് എ സോഷ്യൽ അവയർനെസ് ക്യാമ്പയിൻ. എഴുതാനും വായിക്കാനുമുള്ള ഒരു കഴിവ് എല്ലാവർക്കും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇറ്റ്സ് ടൈം ദാറ്റ് വി ഡിഡ് ആർ പാർട്ട് ടു ടീച്ച് അതേഴ്സ് ടു റീഡ് ആൻഡ് റൈറ്റ്. ബി എ ടീച്ചർ ടു അതേഴ്സ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്കൂളിൽ പണ്ടൊക്കെ പറയുമായിരുന്നു, ഡു യു റിമെമ്പർ യുവർ ടീച്ചേഴ്സ് യൂസ് ടു ടെൽ യു വൺ നീഡ്സ് ടു ഹാവ് എ ബേർഡ്സ് ഐ വ്യൂ. അതായത് ദൂരെയുള്ള ഡീറ്റെയിൽസ് പോലും പക്ഷികളെ പോലെ കാണാൻ സാധിക്കണമെന്ന്. Well, this is exactly the trend these days. Aerial photography and videography using quadcopters, helicams and drones. എല്ലാമാണ് ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. റിനോയ് സെബാസ്റ്റ്യൻ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ബട്ട് ബിഫോർ ദാറ്റ്, സ്കൈ ഹൈ വിഷ്വൽസ് ഓഫ് കൊച്ചി നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദിസ് ഇസ് ഹൗ ബ്യൂട്ടിഫുൾ കൊച്ചി ഈസ്. ചെക്ക് ദിസ് ഔട്ട്.
Joining with us today is Renoy Sebastian and his Helicam. So, thank you, Renoy, for joining with me on my show. Thank you. So, first of all, tell me, Helicams, how trendy is it? Is societal trend on the paramo? ശരിക്കും അതൊരു ക്രൗഡ് പുള്ളറാണ് ആക്ച്വലി. നമ്മളിത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലധികം കോമൺ ആയിട്ടുള്ളൊരു സാധനമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ഒരു സ്ഥലത്ത് പോയി ഇത് ഫ്ലൈ ചെയ്താലും ക്രൗഡ് അത്രയും വരും, അത്രയും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പം ഇപ്പം കൊച്ചിയിൽ ഒരുപാട് ഇവന്റ്സ് നടക്കുന്നുണ്ട്, ഹാഫ് മാരത്തൺസ്, ഫുൾ മാരത്തൺസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേക്കും മേളിൽ നിന്ന് ഇത്രയും ആൾക്കാർ ഓടുന്ന ഒരു വ്യൂ ഒക്കെ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹെൽപ്പ് വേണം അല്ലേ? എങ്ങനെയാണ് ഇതിപ്പം നമ്മളുടെ പുതിയ പുതിയ രീതിയിൽ എങ്ങനെയാണ് ഇത് എടുക്കുന്നത്? അതായത് മാരേജസിന് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ടോ? അതെ, ഉണ്ട്, തീർച്ചയായും. ഞാൻ റീസെൻ്റ്ലി ചെയ്ത അമല പോളിൻ്റെ മാരേജ് ഞാനാണ് ചെയ്തത്. അപ്പോൾ ഒത്തിരി വരുന്നുണ്ട്. കാരണം ഒന്നാമത് ഇത് ഞാൻ പറഞ്ഞില്ലേ, ക്രൗഡ് പുള്ളറാണ്. മാരേജസിനായാലും അതൊരു എന്താ പറയുക, എല്ലാപ്പോഴും എന്തെങ്കിലും വെറൈറ്റിയാണ് മാരേജസിലൊക്കെ കൊണ്ടുവരാൻ നോക്കണേ. അപ്പോഴത്തേക്കും ഇത് ഒരു പാട്ടായി വരുവാണ് ഇപ്പോൾ ഇത്. ഓക്കെ, എങ്ങനെയാ ഈ സാധനം ഒന്ന് കാണിക്കാമോ? എങ്ങനെയാണ് ഇതൊരു ക്വാഡ്കോപ്റ്ററാണ്. ആക്ച്വലി നമ്മളുടെ നമ്പർ ഓഫ് ലീവ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കോപ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. ക്വാഡ്കോപ്റ്റർ ഉണ്ട്, ഇത് 4 വിങ്സ് ഉള്ളതുകൊണ്ട് ക്വാഡ്കോപ്റ്റർ. ഓക്കെ, ഹെക്സാകോപ്റ്റർ എന്ന് പറഞ്ഞാൽ 6 വിങ്സ് ഉള്ള, ഒക്ടോകോപ്റ്റർ എന്ന് പറഞ്ഞാൽ 8 വിങ്സ് ഉള്ളത്. ഇതെല്ലാം ഡ്രോൺസ് ആണ് അല്ലേ? അതെ, ഇതെല്ലാം ഡ്രോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോട്ടോഴ്സ്. ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് സെൽഫ് ടൈറ്റനിങ് ആണ്. നമുക്ക് ഇത് ചുമ്മാ ഇങ്ങനെ ഊരിയെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് തിരിച്ച് ടൈറ്റ് ആവും. ഓക്കെ, അപ്പോൾ മോട്ടോഴ്സ് ഇങ്ങോട്ടേക്ക് മാത്രമേ കറങ്ങുള്ളൂ, ഈ ഒരു പൊസിഷനിൽ മാത്രമേ കറങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ അത് സെൽഫ് ടൈറ്റനിങ് ആണ്, ഒരിക്കലും അത് വിട്ടു പോരത്തില്ല. ഇപ്പോൾ പണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന DJI എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കോപ്റ്ററാണ്. നമുക്കിത് ആസിറ്റീസ് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല ആക്ച്വലി. ഓക്കെ, ഇപ്പോൾ ക്യാമറ വേറെ, ഈ സാധനത്തിൻ്റെ പേര് ജിംബിൾ എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫിലിമിലൊക്കെ നമ്മൾ ക്രെയിനൊക്കെ യൂസ് ചെയ്യത്തില്ലേ, ജിബ് യൂസ് ചെയ്യത്തില്ലേ. ഓക്കെ, നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ചുമ്മാ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് പറക്കുമ്പോൾ അത്രയും വൈബ്രേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ മൊബൈലിലൊരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടാവും, പക്ഷേ പ്ലേ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി വൈബ്രേറ്റഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ ഇത്രയും പവറുള്ള സാധനം വിൻഡിൽ പറക്കുമ്പോൾ ഫുൾ വൈബ്രേഷൻ ആയിരിക്കും വീഡിയോയിൽ. പിന്നെ അത് VFX ഒക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ജിംബിൾ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ക്യാമറ സ്റ്റെബിലൈസ് ആവും. അപ്പോൾ കോപ്റ്റർ ഇപ്പോൾ ഓൺ ചെയ്തിട്ട് എങ്ങനെയൊക്കെ കോപ്റ്റർ പറന്നാലും, അതായത് ദൂരത്ത് പറക്കുകയല്ലേ, എങ്ങനെ പറഞ്ഞാലും ക്യാമറ സ്റ്റേബിൾ ആയിരിക്കും. മനസ്സിലായോ? കണ്ടോ? ക്യാമറ മൂവ് ചെയ്യുന്നത് ഇതനുസരിച്ചല്ല, ക്യാമറ സ്റ്റേബിൾ ആയിരിക്കും. എങ്ങനെയൊക്കെ വന്നാലും ഇതുണ്ടോ, നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തു, ഇപ്പോൾ സൈഡിലേക്ക് ആക്കി, ഇങ്ങനെ ആക്കി, കണ്ടോ? അത് ശരി, എങ്ങനെ ചെയ്താലും ക്യാമറ സ്റ്റെബിലൈസ് ആയിട്ട്. അതെ, ഉണ്ട്. അതുകൂടാതെ നമുക്ക് റിമോട്ടിൽ നിന്ന് തന്നെ ഇത് ടിൽ ഡൗണും ടിൽ അപ്പും ചെയ്യാം. മനസ്സിലായോ? പിന്നെ സൈഡിലേക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ ടേൺ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ടിൽ ഡൗണും ടിൽ അപ്പും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചെയ്യാം. അത് ഈ ജിംബിൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യണ നമ്മൾ അൾട്രാ വൈഡ് ആണ്, ഗോപ്രോ ക്യാമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷ്വൽസ് കാണണം. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ ട്രാൻസ്മിറ്റർ കൊടുത്തിട്ടുണ്ട് ഈ പോർഷനിൽ. ഓക്കെ, ഇതിൽ നിന്ന് ഒരു ഔട്ട് എടുത്ത് ട്രാൻസ്മിറ്ററിൽ കൊടുത്തിട്ട് നമ്മൾ ആ ഔട്ട് ഈ LCD ബാക്കിൽ ഒരു റിസീവർ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടിയാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. ഇത് ആക്ച്വലി നമുക്ക് റിമോട്ടിന് ശരിക്കും 1 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ മതിൽ വന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് റേഞ്ച് കൂടുതൽ. ശരിക്കും ഒരു 100 മീറ്റേഴ്സിൻ്റെ പൊക്കത്ത് പോയാൽ തന്നെ നമുക്കിത് കാണാൻ പറ്റില്ല. ഒന്നാമത് ഇത് വെളുത്ത സ്കൈയിൽ പോയാൽ തന്നെ ഭയങ്കര ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ. മാക്സിമം ഒരു 300-500 വരെയൊക്കെ പോകും. 500. അപ്പോൾ ഇത് എത്ര എക്സ്പെൻസീവ് ഇൻവെസ്റ്റ്മെന്റ് സാധാരണ എന്നെ പോലെ ഒരാൾക്കൊക്കെ ഇച്ചിരി സ്പൈ വർക്ക് ഒക്കെ ഇത് കോപ്റ്റർ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.5-2 lakhs. ഇത് നമ്മളുടെ ഇവിടുത്തെ ലൊക്കാലിറ്റിയിൽ ഇതിന്റെ പീസസ് ഒക്കെ കിട്ടുമോ? ഇത് ആക്ച്വലി ഇത് 2 തരത്തിലുണ്ട്. ഇത് DJI Phantom 2 ആണ്. ഓക്കെ, ഇതിൻ്റെ തന്നെ വിഷൻ എന്ന് പറഞ്ഞൊരു എന്താ പറയുക മോഡലുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ബിൽഡായിട്ട് ആസിറ്റീസ് റെഡി ടു ഫ്ലൈ എന്ന് പറഞ്ഞൊരു രീതിയിലാണ് വരുന്നത്. ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ഇത് തന്നെ ചെയ്യണം. ഇതൊക്കെ കണ്ട ഞാൻ പയ്യെ സെലോ ടേപ്പ് ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ തന്നെ അസംബിൾ ചെയ്തെടുത്തതാണ്. ഇവിടെ നിന്നുള്ള പാർട്സ് ആണോ?
ഇവിടെ നിന്നല്ല, നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിക്കുന്നത് US നിന്നായിരുന്നു. ഞാൻ വാങ്ങിച്ച സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആളുടെ ഇപ്പോൾ ഒത്തിരി കോമൺ ആയി വരുന്നുണ്ട്. പക്ഷേ ഏരിയൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു ട്രെൻഡായി വരുന്നുണ്ടല്ലേ? തീർച്ചയായും. കാരണം ഞാൻ ശരിക്കും ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. ഓക്കെ, അപ്പോൾ ഒത്തിരി പ്രാവശ്യം എന്തെങ്കിലും രീതിയിലൊക്കെ ഫീൽഡിൽ കയറാനുള്ള വഴികളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്ന സമയത്താണ് ഫീൽഡ് തന്നെ പഠിപ്പിച്ചു തന്നു. അതായത് എന്തെങ്കിലും യൂണീക്കായിട്ട് ചെയ്യാതെ നമുക്കതിൽ എൻട്രി ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയാനും. പിന്നെ അപ്പോൾ ഞാൻ ആദ്യം ഒരു കോപ്റ്റർ വാങ്ങിച്ചു. അത് എന്താ പറയുക, അതും ഇതിൻ്റെ ഒരു കുറഞ്ഞ മോഡലായിരുന്നു. നമുക്കറിയില്ല ഇതിന് മാർക്കറ്റ് ഉണ്ടോ, ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ അത് വാങ്ങിച്ചു, അത് ചെയ്തു. അങ്ങനെ പയ്യാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഫോട്ടോസ് ഓരോന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിട്ടും ഒത്തിരി നല്ല റിവ്യൂസ് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് പൈലറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഓക്കെ, ഇതിന് 2 മോഡാണ് ഉള്ളത്. GPS മോഡും ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡ് മോഡും ഉണ്ട്. GPS മോഡ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് മോഡ്. ഈ GPS മോഡ് എന്ന് പറഞ്ഞാൽ മിനിമം 6 സാറ്റലൈറ്റ്സ് 10 സെക്കൻഡ്സ് ഇതിനകത്ത് വേണം. അത് നമ്മൾ ഓൺ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ കിട്ടും. ഇത് ഇവിടെ ഇങ്ങനെ വെക്കുന്ന സ്ക്രീനാണ്. നമ്മളിങ്ങനെ സ്ക്രൂ കാണാൻ പറ്റും എവിടെയാണ് ഇത്. അതുകൂടാതെ ഇത് എത്ര ഇപ്പോൾ ഇവിടെ നമ്മൾ GPS മോഡ് ഇട്ടിട്ട് ഓൺ ചെയ്തു. അപ്പോൾ 6 സാറ്റലൈറ്റ്സ് 10 സെക്കൻഡ് കിട്ടണം, സ്റ്റേബിളായിട്ട് നിൽക്കണം. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മോണിറ്ററിൽ റീഡിങ് വരും. ഇത് എത്ര ഹൈറ്റിലാണ്, ഇത് നമ്മുടെ അടുത്ത് നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്, എത്ര റൊട്ടേഷനിലാണ്, അങ്ങനെയുള്ള ഫുൾ. പിന്നെ ബാറ്ററി, ഒരു ബാറ്ററി എന്ന് പറയുന്നത് ഇതൊരു ബാറ്ററി 5200 mAh ആണ്. ഓക്കെ, പക്ഷേ ഇതാകെ 15 മിനിറ്റ്സേ ഫ്ലൈ ആവുള്ളൂ ഒരു ബാറ്ററി. അത്രയും പവർ വേണം പൊങ്ങാൻ. അപ്പോൾ 15 മിനിറ്റ്സിന്റെ ഒരു ഏരിയൽ വ്യൂ ആണ് ശരിക്കും. ആക്ച്വലി നമുക്ക് അത്രയും സമയം വേണ്ട. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഷോട്ട്, ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടില്ലേ, അതിൽ ഇപ്പോൾ ശ്രീജിത്തിൻ്റെ ഒരു ഷോട്ട് പ്ലാൻ ചെയ്തു. ഒരു ബിലോ 5 മിനിറ്റ്സ് മതി. പെട്ടെന്ന് പൊങ്ങിപ്പോയി പെട്ടെന്ന് എടുത്തിട്ട് വരാൻ പറ്റും. അതെ, ശരി. നമുക്ക് വേണ്ട ഇമേജസ് എല്ലാം നമുക്ക് ആ ഷോട്ട് ആദ്യം നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ട്, അല്ലാതെ ഇത് ഫ്ലൈ ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത് താഴെ വീഴും. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ വെതർ കണ്ടീഷൻ എങ്ങനെയാണ്? ഇതിൻ്റെ ഒരു വലിയ ഫാക്ടറാണ് വെതർ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ചെയ്തത് ബയ്യ എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ഷോട്ട് തന്നെ ഒരു ആംബുലൻസ് വരുന്നത് നമ്മുടെ വാഗമണിൻ്റെ അവിടെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരു മലയുടെ പൊക്കത്തുനിന്ന് ഇങ്ങനെ വരുന്നത്, എന്നിട്ട് ആംബുലൻസ് റിവീൽ ചെയ്യണം. ഓക്കെ, അങ്ങനത്തെ ഒരു ഷോട്ടാണ്. പക്ഷേ ആ ഷോട്ട് എടുക്കാൻ വേണ്ടി ഒരു 3 ദിവസത്തോളം സ്പെൻഡ് ചെയ്ത്. കാരണം നമ്മൾ ആ പൊക്കത്ത് കയറുമ്പോൾ പെട്ടെന്ന് മഴ വരും, കാറ്റ് വരും. ഇത് കാറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്റ്റേബിൾ ആയിരിക്കില്ല. നമ്മൾ ഫ്ലൈ ചെയ്യണ പോലെ ഒന്നും പോകില്ല. ഇത് ഇങ്ങനെ കൊണ്ട് കാറ്റ് പിടിക്കും. ശരിക്കും പിച്ചിങ് ഒരുപാടുണ്ട്, ഒത്തിരി വരും. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെയാണെങ്കിലും ഒത്തിരി ദിവസം ആ ലൊക്കേഷനിൽ പോകും. അപ്പോൾ കാറ്റ് വരും, അപ്പോൾ അല്ലെങ്കിൽ നല്ല ലൈറ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ട്രെൻഡ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇത് ഏതൊക്കെ ജോണേഴ്സിൽ ഏതൊക്കെ ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ സംഭവങ്ങൾ? വെഡിങ്സിന് മാത്രമാണോ, അത് വേറെ എന്തെങ്കിലും? നമുക്ക് ശരിക്കും ഇപ്പോൾ ആ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഫിലിമിറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അതിൽ ഞങ്ങളൊരു പോർട്ട്ഫോളിയോ ചെയ്യാൻ വേണ്ടിയാണ് ഈ കൊച്ചി ഹൈറ്റ്സ് എന്ന് പറഞ്ഞ ഇത് തുടക്കം വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ആ ഒരു കാർ ഓടി വരുന്ന വീഡിയോ ഒരിക്കലും അതൊരു ജിബിട്ട് ചെയ്യാൻ പറ്റില്ല. അത് 40 കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നത്. ഇതിന് അത്രയും സ്പീഡിൽ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് പല ക്യാമറയ്ക്ക് പറ്റാത്തത് നമുക്ക് പറ്റും. കാർ പോയിക്കൊണ്ടിരിക്കുന്നത് 40 കിലോമീറ്റർ സെയിം സ്പീഡല്ല. നമ്മൾ ഹൈറ്റ് അത്രയും ആവുമ്പോൾ അധികം സ്പീഡ് വേണ്ടത് 40 ഒന്നും പോകില്ല, അറ്റ്ലീസ്റ്റ് നല്ല സ്പീഡിൽ പോകും. ഓക്കെ, അപ്പോൾ അത്രയും ഹൈറ്റിലും ആ ഒരു ക്വാളിറ്റിയിലും ഒരു ജിബിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത്രയും ഡിസ്റ്റൻസിൽ ഓൾമോസ്റ്റ് 200 മീറ്റേഴ്സോളം അത് ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഉണ്ട്. അതായത് നമുക്ക് ഇതിൽ കൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യാൻ ഒരു വീഡിയോ ഇറക്കണമെന്നുണ്ടായി. അപ്പോൾ അങ്ങനെ ആലോചിച്ചാണ് എന്തുകൊണ്ട് കൊച്ചിനെ കുറിച്ചൊന്നും ചെയ്തുകൂടാ. എന്തായാലും ഞങ്ങളെല്ലാവരും കൊച്ചിക്കാരാണ്. അപ്പോൾ കൊച്ചിനെ കുറിച്ച് പറഞ്ഞ സാധനം ചെയ്ത് തന്നെ എന്തായാലും കൊച്ചിക്കാർ കാണും. അപ്പം അങ്ങനെ ചെയ്തതാണ്, സക്സസ്ഫുൾ ആയി അല്ലേ? ഇപ്പം അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം ഇതുപോലത്തെ ഏരിയൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നു അല്ലേ? എല്ലാവരും ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിലിടുന്നു. അപ്പം ഇതിനൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സ്റ്റൈൽ എപ്പോഴെങ്കിലും റൊണോയ് ട്രൈ ചെയ്തിട്ടുണ്ടോ? എന്റേതായ ഒരു ഐഡന്റിറ്റി വേണമെന്ന് എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും സ്റ്റേബിൾ ഷോട്ട് എടുക്കാറില്ല. എപ്പോഴും നമ്മളിങ്ങനെ മൂവ്മെന്റ് അത്രയും അത് ഒരു മിനിമം ഒരു 500 മീറ്റേഴ്സ് എങ്കിലും ആ ഒരു ഇപ്പോൾ ആ ട്രെയിലറിൽ തന്നെ ഒരു പള്ളിയുടെ ഷോട്ട്, പല്ലാർവടം പള്ളിയുടെ ഷോട്ട് ഉണ്ട്. പള്ളിയുടെ ആ സെൻറ്റർ ആ നടുക്ക് തൊട്ട് നമ്മൾ അങ്ങനെ
വലിഞ്ഞു നിൽക്കുന്ന ഷോട്ട് മാത്രമേ കൂടുതലും ചെയ്യാറുള്ളൂ. അത് ശരി. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, പോലീസിന്റെ പെർമിഷൻ എപ്പോഴെങ്കിലും വേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായും ഒത്തിരി പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ക്രൗഡ് പുള്ളറാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ ചെന്ന് ഫ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ആൾക്കാർ കൂടും. അപ്പോൾ തന്നെ പോലീസിന് എന്താണ് എന്താ സംഭവം എന്താ. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു വർക്കിന് പോയപ്പോൾ അവിടെ ആരോ ഇത് ഉത്സവത്തിൻ്റെ സമയത്ത് ആരോ പെർമിഷനൊന്നും ഇല്ലാതെ ഇത് പറത്തി അവിടെ മിനിസ്റ്റേഴ്സൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ അവർ ഓടി ഒന്ന് ചോദിക്കാം, നീ ഉണ്ടായോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല, എനിക്കിവിടെ പെർമിഷനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ബോംബ് കെട്ടിയിട്ടിട്ട് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ പുള്ളിക്ക് കൊണ്ട് പൊട്ടിക്കാൻ പാടില്ല എന്ന് ചോദിക്കണേ. ഞാൻ പറഞ്ഞ അതറിയില്ല. അപ്പോൾ അവരപ്പം തന്നെ പറയാ ഇത് ഇത് ഇപ്പൊ തന്നെ നിർത്തലാക്കും, ഇത് ബാൻ ചെയ്യും. ഞാൻ പറഞ്ഞു ഇത് ഓൾറെഡി മാറുമല്ല ബാൻ ചെയ്യും, ഇതും കൂടി ബാൻ ചെയ്ത് എങ്ങനെയാന്ന് പറയുന്നത്. ഓക്കെ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അവർ ലോ ആൻഡ് ഓർഡർ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. ഒരുപാട് കണ്ടിട്ടുള്ളൂ മൂവീസിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇത് സൗണ്ട് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ വിചാരിക്കണ പോലെ അല്ല, കയ്യിൽ നിൽക്കില്ല, അത് ഇങ്ങനെ ഓക്കെ. അപ്പം ഇതിന്റെ വെറൈറ്റീസ് എന്തൊക്കെയാണ്? ഇതുപോലത്തെ തന്നെ പല പല വെറൈറ്റീസ് വരുന്നില്ല സൈസ് വൈസ്? ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഗോപ്രോ എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഇതിൻ്റെ അകത്ത് ഈ ഗോപ്രോ ക്യാമറിന് ആകെ ഒരു 144 ഗ്രാംസ് മാത്രമേ ഉള്ളൂ. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, പക്ഷേ എന്നാലും ഹൈ HD 4K റെസൊല്യൂഷൻ വരെ നമുക്ക് അതിനകത്ത് ഷൂട്ട് ചെയ്യാം. ഓക്കെ. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഒരു മൂവി ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലോ, നമുക്ക് വേറെ എന്തൊക്കെ ഫീൽഡിൽ യൂസ്? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ കാട്ടിലൊക്കെ പോയി അങ്ങനെ റേഞ്ച് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമോ? തീർച്ചയായും നമുക്ക് ഇത് റേഞ്ച് പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു 300 മാക്സിമം ഒരു 500 മീറ്റേഴ്സ്. അത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നമുക്ക് കാണാൻ പോലും പറ്റില്ല. ഇത് മനസ്സിലായോ? അത്രയും ചെറുതായി പോകും. പിന്നെ നമ്മൾ സ്ക്രീനിൽ നോക്കാന്നൊക്കെ പറഞ്ഞാൽ പോക്കറ്റിൽ പോകും. ഞാൻ 300 വരെ പോയിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട് ഒത്തിരി പോയത്, ഒരു 800-900 മീറ്റേഴ്സ് ഒക്കെ പോയ വീഡിയോസ് ഉണ്ട്. പക്ഷെ നമുക്ക് അത്രയും ചെയ്യാൻ ധൈര്യമില്ല. എത്ര ദൂരത്ത് നിന്ന് നമുക്കിത് പൈലറ്റ് ചെയ്യാം? എത്ര റേഞ്ചിൽ നമുക്കിത് പൈലറ്റ് ചെയ്യാം? 1 കിലോമീറ്റർ വരെ അതിന് കപ്പാസിറ്റി ഉണ്ട് റിമോട്ടിന്. ഓക്കെ, പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 100 മീറ്റേഴ്സ് കഴിയുമ്പോൾ നമുക്കിത് മര്യാദക്ക് വിസിബിൾ ആയിരിക്കില്ല. അത് ശരി. എപ്പോഴെങ്കിലും കളഞ്ഞു പോയിട്ടുണ്ടോ ഇങ്ങനെ ഒരു സാധനം? ബലൂൺ, ഹീലിയം ബലൂൺ പോലെ ഇങ്ങനെ മുകളിലേക്ക് വിട്ടങ്ങ് പറന്നു വന്ന? ശരിക്കും ഞാൻ ഈ ഹെലിക്യാം എന്ന് പറഞ്ഞ ഫീൽഡിൽ ഫേമസ് ആവാൻ കാരണം ഞാൻ ആദ്യമായി വാങ്ങിച്ച ഹെലിക്യാം ഞാൻ പറത്തിക്കളഞ്ഞതാണ്. പറത്തിക്കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി. അത് ഞാൻ പറഞ്ഞില്ല 2 മോഡുണ്ട്, GPS ഓൾട്ടിറ്റ്യൂഡും. ഓക്കെ, GPS മോഡിലിട്ട് നമ്മൾ ഫ്ലൈ ചെയ്താലുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മൾ റിമോട്ട് ഓഫ് ചെയ്ത് കളഞ്ഞാലും ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ച് പറന്ന് ലാൻഡ് ചെയ്യും, ഒന്നും ചെയ്യാതെ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ GPS ഫ്രണ്ടിലേക്ക് ഒരു കമാൻഡ് കൊടുത്തു, ഇത് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഇപ്പോൾ നമ്മൾ റിമോട്ടിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ തിരിച്ച് നിൽക്കും. അതേസമയത്ത് ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. വേറൊരു കമാൻഡ് കിട്ടുന്നവരെ സാധനം ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ വേറെ ഫ്രീക്വൻസി എന്തെങ്കിലും ഇപ്പോൾ മൊബൈൽ റേഞ്ച് അങ്ങനെ പല ഫ്രീക്വൻസി ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇതിനായിട്ട് എന്താ പറയുക സാമ്യമുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കമാൻഡ് ആണെങ്കിൽ അത് അങ്ങോട്ട് പോകും. ഓൾട്ടിറ്റ്യൂഡിലാണെങ്കിൽ. പക്ഷേ GPS-ലാണെങ്കിൽ കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആയിരിക്കും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കോപ്റ്റർ വാങ്ങിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്താണെന്നൊക്കെ പറഞ്ഞ് അത് പഠിക്കാൻ വേണ്ടി ചെയ്ത്, പക്ഷേ അത് നല്ല ഹൈറ്റിൽ പൊങ്ങി അത് അങ്ങോട്ട് പറന്നുപോയി. പിന്നെ നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. തിരിച്ച് കിട്ടാൻ വേണ്ടി പുറകെ കുറേ ഓടി, കൂട്ടുകാർ എല്ലാവരും പുറകെ ഓടി, പക്ഷേ രക്ഷയില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല അത്. അങ്ങനെയാണ് ശരിക്കും. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിലിട്ട് എൻ്റെ ഇങ്ങനെ സാധനം കളഞ്ഞുപോയി. SRM റോഡിൽ വെച്ചാണ്, നമ്മുടെ എറണാകുളം നോർത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഒത്തിരി ഷെയറും ഒത്തിരി അങ്ങനെയാണ് ശരിക്കും എല്ലാവരും പറഞ്ഞു കളഞ്ഞു പോയതല്ലേ. കളഞ്ഞുപോയ ആളല്ലേ. അപ്പോൾ അതിൽ നിന്ന് പഠിച്ച് ഒരിക്കലും ഓൾട്ടിറ്റ്യൂഡ് മോഡിലോട്ട് പറപ്പിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഈ GPS മോഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഹോവർ ചെയ്യത്തുള്ളൂ? ഇങ്ങനെ ഇല്ല, GPS മോഡിലാണെങ്കിൽ സംഭവം സ്റ്റേബിളായിട്ട് നിൽക്കും. ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ ഇങ്ങനെ കിടന്ന് ഹോവർ ചെയ്ത് ഒന്നും ഇല്ലാതെ. എന്തൊക്കെ ആക്ടിവിറ്റീസ്, എന്തൊക്കെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് വെച്ച്? ത്രില്ലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ചെയ്തിട്ടുണ്ടോ? ത്രില്ലിംഗ് ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു അബാദിൻ്റെ നമ്മൾ ചെയ്യുന്ന ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ മാരാരി, അവിടെ ഇവർക്കൊരു റിസോർട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഒത്തിരി മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ട്രെയിറ്റ് പാത്ത് ഉണ്ട്, ഒരു കോട്ടേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സ്ട്രെയിറ്റ് പാത്ത് ഇങ്ങോട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ സൈഡിലൊക്കെ മരങ്ങളാണ്. അവിടെ നമ്മൾ വേറെ ഏത് ക്യാമറ ഇട്ടാലും അത്ര ഒരു ഭംഗി വരില്ല. അതിൻ്റെ അവിടെ നിന്ന് നമ്മൾ ബാക്കിലേക്ക് വലിച്ച് ഈ മരത്തിലൊന്നും മുട്ടാതെ പൊക്കിയെടുക്കുക. പക്ഷേ അതൊരു കുറച്ച് ചെയ്ത് കൺട്രോളും വേണം, പിന്നെ റിസ്ക് ആണ്. ഇത് വെച്ച് എന്തെങ്കിലും തമാശ ചെയ്തിട്ടുണ്ടോ?
അപ്പുറത്തെ പറമ്പിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ? സിറ്റിയിലൊക്കെ എന്തിനാ അപ്പുറത്തെ പറമ്പിൽ കൊണ്ടുപോകണേ? വില്ലേജിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓൾറൈറ്റ്, നമുക്കിതൊന്ന് പറത്തി കാണാൻ പറ്റുമോ? ഓ തീർച്ചയായും. ഇപ്പോഴാണ് ഇത് ഓണായത്. ഓക്കെ, ഇത്തിരി നീങ്ങിയിരുന്നോ? ഇത് നേരത്തെ മുട്ടുവോ? All right, thank you very much. That was very exciting. All right, thank you very much. So it's time to take a very short break. Break-ന് ശേഷം ഇപ്പോൾ youngsters big fat weddings എല്ലാം മാറിയിട്ട് വളരെ humble ആയിട്ടുള്ള രീതിയിലാണ് അവർ ഇപ്പം കല്യാണങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. I'll show you that, but take a short break. വെൽക്കം ബാക്ക് ടു യംഗിസ്ഥാൻ. ഈ ബിഗ് ഫാക്ട് വെഡിങ് എന്ന കോൺസെപ്റ്റ് തന്നെ മാറുന്ന കാലമാണിപ്പോൾ. അതായത് ഒരു രജിസ്റ്റർ മാരേജ് അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെന്റ്സ് ഇല്ലാതെ, ഓർക്കസ്ട്ര ഇല്ലാതെ ബിഗ് ഫാറ്റ് വെഡിങ് ഇല്ല. Even the marriage between Rima Kalingal and Ashik Abu made headlines because of this style. അതുപോലെ തന്നെ ജിനേഷ് എബ്രഹാം got married. Take a look at this. രാവിലെ മുതൽ പഴൂർ സെന്റ് മാത്യൂസ് ഭവൻ ആവേശത്തിലായിരുന്നു. ഇന്നലെ വരെ തങ്ങൾക്ക് ആരുമല്ലായിരുന്ന ജിനേഷ് അവരുടെയെല്ലാം മകനായ ദിവസമായിരുന്നു അത്. പഴൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ നിന്ന് സിധു ചാക്കോയെ മിന്നുകെട്ടിയ ജിനേഷ് നേരെ ചെന്നത് വൃദ്ധസദനത്തിലേക്ക്. അന്തേവാസികൾ തങ്ങളുടെ മക്കളെന്ന പോലെ വധുവരന്മാരെ സ്വീകരിച്ച് വേദിയിലിരുത്തി. വിവാഹ സൽക്കാരം വൃദ്ധസദനത്തിൽ വെച്ച് നടത്തിയപ്പോൾ ജിനേഷിന്റെ വളരെ കാലത്തെ ആഗ്രഹമാണ് പൂവണിഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ഭവനത്തിൽ വെച്ചൊരു വിവാഹം നടത്തണമെന്ന്. അതിനോട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ബ്രദറും മറ്റെല്ലാവരും സഹകരണം ചെയ്തു തന്നു. അതുതന്നെ സിധുവിൻ്റെ വീട്ടുകാരും അതിനോട് സഹകരിച്ചു. കുറെ കാലത്തിന് ശേഷം ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതിന്റെ സന്തോഷത്തിലായിരുന്നു അന്തേവാസികൾ. കല്യാണം ഇവിടെ വച്ചതിൽ ഏറ്റവും വലിയ മനോഹരമായിട്ട് സന്തോഷം. കാരണം ഒരു കല്യാണം കൂടിയിട്ട് കുറേ നാളായില്ലേ, ഇവിടെ ഒരു മനോഹരമായ ഒരു കല്യാണം അല്ലേ നടക്കുന്നത്. 50ഓളം അന്തേവാസികളാണ് സെന്റ് മാത്യൂസ് ഭവനിൽ ഉള്ളത്. പലർക്കും മക്കളുണ്ടെങ്കിലും അവരാരും ഇവരെ കാണാൻ പോലും വരാറില്ല. അതിനാൽ തന്നെ ഇവർക്ക് ഈ ദിനം പഴയ കാലത്തേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയായി. TV New, വയനാട്. Well, that's it for today. Keep watching TV New. Until tomorrow, stay young, stay happy. Thank you for watching.